ടൈപ്പ് 2 പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് നമുക്ക് 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ പി കണ്ടുപിടിക്കണം, ഫൈൻഡ് nth ടേം കണ്ടുപിടിക്കണം, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് ഉൾക്കൊള്ളിക്കാം. കാരണം ഫൈൻഡ് 20th ടേം, ഫൈൻഡ് 30th ടേം, അല്ലെങ്കിൽ ഫൈൻഡ് 30th ടേം, ഇതും കൂടെ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ നോക്കിയ മക്കളെ, കോമൺ ഡിഫറൻസ് നമുക്ക് 4 തന്നേക്കുക, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. കോമൺ ഡിഫറൻസ് 4 ആവുമ്പോൾ നമ്മൾ ഡി നമുക്ക് 4 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം നമുക്കറിയാമോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ എപ്പോഴും എടുക്കുന്നത് ഏതാണെന്നറിയാമോ? ഫസ്റ്റ് ടേം 1 എടുത്താൽ മതി. 1 ആകുമ്പോൾ കൂട്ടിപ്പാനൊക്കെ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം എഫ് എന്ന് പറയുന്നത് എപ്പോഴും കോമൺ ഡിഫറൻസ് തന്ന ഫസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് പറഞ്ഞിട്ടും ഇല്ലെങ്കിൽ, നമ്മളത് 1 ആയിട്ട് എടുക്കുക ഫസ്റ്റ് ടേം. ഇപ്പോൾ ഫസ്റ്റ് ടേം നാച്ചുറൽ ടേം നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കുക, ഹോൾ നമ്പർ ആണെന്നൊക്കെ ചിലപ്പോൾ കാണും, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടേം എപ്പോഴും നമ്മൾ 1 ആയിട്ട് എടുക്കുക. ആദ്യത്തെ ടേം 1 ആയിട്ട് എടുത്തു നമ്മൾ. ഇനി നമുക്ക് സീക്വൻസ് എഴുതറിയാൻ പാടില്ലേ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1, ഇതാണ് ഫസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേമിനോട് ഈ കോമൺ ഡിഫറൻസ് കൂട്ടി അടുത്ത ടേം ആവും. അപ്പോൾ 1നോട് നമ്മൾ ഏതാ കൂട്ടുന്ന നമ്പർ ഇവിടെ നിന്ന് മാറിപ്പോൾ അത് എഴുതി വെക്കാം. ഫസ്റ്റ് ടേം എഴുതുമ്പോൾ ആദ്യം തന്നെ എഫ് അഥവാ x1 എഴുതുക. ഇനി ഈ 1നോട് ഈ 4 കൂട്ടിക്കഴിഞ്ഞാൽ 5 വരും. ഈ 5നോട് വീണ്ടും ഈ 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 9 വരും. 9നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 13 വരും. 13നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ 17 വരും. 17നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 21 വരും. അപ്പോൾ ദേ നമ്മൾ എ പി ആയി. അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കോമൺ ഡിഫറൻസ് D4 എഴുതണം. ഫസ്റ്റ് ടേം നമ്മൾ അസ്യൂം ചെയ്യണം 1 F ഈക്വൽ ടു 1. 2 എടുക്കാം, 3 എടുക്കാം, 4 -1 0 ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ 1 എടുക്കുക എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ 1നോട് ഈ കോമൺ ഡിഫറൻസ് 4 കൂട്ടി 5, 5നോട് 4 കൂട്ടി 9, 9നോട് 4 കൂട്ടി 13, 13നോട് 4 കൂട്ടി 17, 17നോട് 4 കൂട്ടി 21 എക്സെട്ര. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആൻസർ ആയില്ലേ? ഫൈൻഡ് എ പി എന്നുള്ളതിന് ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? ഫസ്റ്റ് ടേം 4 ആയി, എഫ് 1 ആയി. ഇനി നമ്മുടെ എന്ത് ടേം എന്നാ ചോദിച്ചേക്കണേ. അപ്പോൾ എക്സൺ കാണാനുള്ള ഫോർമുല എഴുതി ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ DN പ്ലസ് F മൈനസ് ഡി ആണ് നമ്മുടെ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ളത്. ഡി അറിയാം. എന്ത് ടേം എന്ന് പറയുമ്പോൾ എന്നായി തന്നെ ഇരിക്കും, അതിന് ഒരു മാറ്റം ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏത് കണ്ടുപിടിക്കണം? F മൈനസ് ഡി. അപ്പോൾ നമ്മൾ സൈഡിൽ വരയിടുന്നു. ഡി നമുക്ക് തന്നിട്ടുണ്ട് 4. എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഇതുപോലെ സൈഡിൽ വരയിടുക, ഫോർമുല എഴുതി സൈഡിൽ വരയിടുക. ഇവിടെ കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ സെപ്പറേറ്റ് ഒന്നങ്ങ് കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 1 - 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? -3 കിട്ടി. അപ്പോൾ -3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ എക്സൻ എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞാൽ 4, എൻ അങ്ങനെ തന്നെ എഴുതി, എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞേക്കണം നമുക്ക് കിട്ടിയേക്കണം -3. അപ്പോൾ നമ്മുടെ എക്സനുമായി എന്ത് ടേമായി കിട്ടിക്കഴിഞ്ഞു. ഇനി നോക്കിക്കേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ആ സീന്ന് എഴുതിയിട്ട് ഈ സാധനം ഒന്നുകൂടെ ചുമ്മാ എടുത്തെഴുതുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? 4n - 3 ഒന്നുകൂടെ നമ്മൾ ചുമ്മാ എടുത്തെഴുതാം. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നേക്കണ എന്താണോ അത് നമ്മൾ ചുമ്മാ എടുത്തെഴുതാം. അത് നമ്മുടെ ആൻസറായി. ഇത് മറന്നു പോരുത്. എന്ത് ടേമും ഓൾജിബ്രായിക് എക്സ്പ്രഷനും ഒന്നാന്ന് ഓർത്തോളണം കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഫൈൻഡ് 13th ടേമാണ് നമ്മളോട്. 30ാമത്തെ ടേം എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചേക്കണം. ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിയ ചുമ്മാ എഴുതിയാൽ മതി. ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 30 കൊടുക്കും. അപ്പോൾ 4 × 30 - 3 വരും. അപ്പോൾ 4 × 3 4 12 120 വരും. 120 - 3 വരും നമുക്ക് ആൻസർ. അപ്പോൾ 117 വരും. അപ്പോൾ നമ്മുടെ എന്ത് എക്സ് 30 എന്ന് പറഞ്ഞു. ഇപ്പം ഇനി 20 ചോദിക്കുവാണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 20 കൊടുക്കണം, 10 ചോദിക്കുവാണെങ്കിൽ 10 കൊടുക്കണം, 50 ചോദിക്കുവാണെങ്കിൽ 50 കൊടുക്കണം. ചുമ്മാ ഓൾജിബ്രായിക് എക്സ്പ്രഷനിലേക്ക് നമ്മൾ കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? -2 അല്ലേ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡി സമം എന്തെടുത്തു? -2 എടുത്തു. ഇനി ഫസ്റ്റ് ടേം ഏതാ? 1. ഏത് നമ്പർ വന്നാലും നമ്മൾ 1 എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 എടുത്തു. അപ്പോൾ നമ്മൾ സീക്വൻസ് എഴുതാറിയാലോ. സീക്വൻസ് എ പി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആദ്യത്തെ ഫസ്റ്റ് ടേം 1. ഈ 1നോട് നമ്മൾ ഏത് കൂട്ടണം? -2 കൂട്ടണം. 1നോട് -2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 - 2. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ ആൻസർ ഈസ് -1 വരും. -1 എഴുതി. ഇനി ഈ -1നോട് 2 കൂട്ടണം. അപ്പോൾ -2 വരും. അപ്പോൾ ആൻസർ ഈസ് -3 വരും. അപ്പോൾ നമ്മുടെ ആൻസർ -3 വരും. വീണ്ടും ഈ -3യോട് നമ്മൾ 2 കൂട്ടണം. അപ്പോൾ ആൻസർ ഈസ് -5 വരും. വീണ്ടും -5നോട് 2 കൂട്ടണം. -7 വരും എക്സെട്ര. അപ്പോൾ നമുക്ക് സീക്വൻസ് ആയി. അപ്പോൾ നമ്മൾ സീക്വൻസുകൾ എപ്പോഴും ചോദിച്ചു കഴിയുമ്പോൾ
ആ നമ്പറുകൾ എപ്പോഴും ആഡ് ചെയ്ത് പോകും. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് എഴുതി ചെയ്താൽ മതി. ഇത് 1 - 2 എന്ന് പറയുമ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് അല്ലേ? അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. അതാണ് നമ്മളിവിടെ -1 വന്നത്. ഇനി ഈ -1 നിന്നാണ് രണ്ടോടെ കൂട്ടേണ്ടത്. അപ്പോൾ -1 പ്ലസ് -2 ആണ്. അപ്പോൾ -1 - 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -3 വരും. -3യോട് നമ്മൾ ഏതാ കൂട്ടേണ്ടത്? -2 ആ കൂട്ടേണ്ടത്. അപ്പോൾ -3 -2 വരും. അതായത് ഇവിടെ പ്ലസ് എഴുതുന്നത് ആവശ്യമില്ല, നേരെ അങ്ങ് കൂട്ടി എഴുതി പോയാൽ മതി. അപ്പോൾ അത് -5 വരും. എന്തുകൊണ്ടാണ്? രണ്ടിനും സെയിം സൈനാണ്. അപ്പോൾ കൂട്ടിയിട്ട് സെയിം കൊടുത്താൽ പോരെ. ഇനി -5നോട് രണ്ടോടെ കൂട്ടിയ -7. നിങ്ങൾക്ക് എപ്പോഴും തെറ്റുന്ന ഒരു നമ്പറാണ് നെഗറ്റീവ്. അതാണ് നെഗറ്റീവ് എടുത്ത് ചെയ്തത് കേട്ടോ. ഇനി നമ്മുടെ nth ടേം ആയി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നെക്സ്റ്റ് 1 = nth ടേം ആണ്. ബി പാർട്ട് എന്ന് പറഞ്ഞാൽ nth ടേം. xn ആണ് ഫോർമുല. xn = dn + f - d ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കുക, d എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് 2 - 2 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം f - d അല്ലേ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. f എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 അല്ലേ നമുക്ക് f - d കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം. d എന്ന് പറഞ്ഞാൽ -2, n ഈ n അങ്ങനെ തന്നെ എഴുതി. f - d എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ നമ്മുടെ ആൻസർ -2n - 1 കിട്ടും. xn കിട്ടും. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആകുമ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് ഇത് അങ്ങനെ തന്നെ എടുത്തെഴുതിയാൽ പോരെ. -2n - 1 ആയി, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആയി. ഇനി 20th ടേം എന്ന് പറഞ്ഞാൽ സി പാർട്ട് ക്വസ്റ്റ്യൻ ആയി. ഡി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ x20 ആണ്. അപ്പോൾ -2 × 20 - 1 ആയി. -2 -20 കൂടെ ഇത് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടോട്ടോ മക്കളെ, അത് തെറ്റിപ്പോകുന്നു. 2ഉം 20ഉം കൂടെ കൂട്ടി 40 അല്ലേ. ഈ നെഗറ്റീവ് അങ്ങനെ തന്നെ കൊടുത്തു. -40 -1 ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -41 കിട്ടും. അപ്പോൾ നമ്മുടെ 20th ടേം ആയി.